ഹബീബിന്റെ ഈ വിശാലമായ നയനിലപാട് കണ്ട് ഖുറൈശികൾ അത്ഭുതപ്പെടുകയാണ്. എന്നാൽ ഭയന്നോടിയ പലരും ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഇക്രിമ, അതുപോലെ പലരും. എന്നാൽ റസൂലുള്ളാഹി തങ്ങളുടെ വിശാലമായ ഈ കാഴ്ചപ്പാട് അതിലാകൃഷ്ടരായ ഒരുപാട് ശത്രുക്കൾ അവിടുത്തെ സമീപത്ത് വന്ന് മാപ്പ് ചോദിച്ചു. ആ കൂട്ടത്തിൽപ്പെട്ടതാണ് സയ്യിദുനാ റസൂലുള്ളാഹിയുടെ കരളിന്റെ കഷ്ണമായിരുന്ന ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിന്റെ കരൾ പറിച്ചെടുത്ത് ചവച്ചു തുപ്പിയ ഹിന്ദ്. ആ ഹിന്ദ് പോലും അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ വന്ന് മാപ്പ് പറഞ്ഞപ്പോ അവിടെ നിന്ന് മാപ്പ് നൽകുന്നു. മഹാനവറുകളെ കൊന്നുകളഞ്ഞ വഹ്ശ് വന്ന് മാപ്പ് ചോദിച്ചപ്പം മാപ്പ് കൊടുക്കുന്നു. എന്നാൽ ഈ വിവരമൊന്നും അറിയാതെ ഓടിപ്പോയ പലരുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു നേതാവുണ്ട്, അത് അബൂജഹലിന്റെ സ്വന്തം പുത്രനായ ഇക്രിമയാണ്. ഇക്രിമ പേടിച്ചു ഓടി യമനിലേക്ക് നാട് വിടാൻ പോകുകയാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ ഭാര്യ മുത്തുനബിയുടെ ഈ കാരുണ്യത്തിന്റെ പെരുമാറ്റത്തിലാകൃഷ്ടയായി ഇസ്ലാമിലേക്ക് വരികയും ഭർത്താവിനെ തേടി പുറപ്പെടുകയും ചെയ്ത് യമന്റെ പരിസരത്ത് വെച്ച് ഭർത്താവിനെ തിരിച്ചു കൊണ്ടുവരികയാണ്. അങ്ങനെ മുത്തുനബിയുടെ ചാരത്തെത്തിയാൽ നിങ്ങൾക്കും അവിടുന്ന് മാപ്പ് തരും. ഈ വിവരമറിഞ്ഞ ഹബീബ് അനുയായികളോട് പറയുന്നു, സയദീകും ഇക്രിമാ ഫലാ തസുബ്ബൂ അബാ. നാളെ ഇക്രിമ ഇവിടെ വരും. ആ സമയത്ത് നിങ്ങൾ ഇക്രിമയെ ചീത്ത പറയരുതെന്നു മാത്രമല്ല, ഇക്രിമയുടെ പിതാവായ അബൂജഹലിനെ പോലും നിങ്ങൾ ചീത്ത വിളിക്കരുതേ. നോക്കൂ നിങ്ങൾ, മുത്തുനബിയുടെ വിശാലമായ കാഴ്ചപ്പാട്. അദ്ദേഹത്തിന്റെ വാപ്പ ബദ്ധവൈരിയാണ്, കൊടിയ ശത്രുവാണ്. അദ്ദേഹത്തെ പോലും ചീത്ത പറഞ്ഞ് നിങ്ങൾ ഇക്രിമയെ വേദനിപ്പിക്കരുത്. അങ്ങനെ മനമില്ല മനസ്സോടെ എങ്ങനെ പ്രതികരിക്കുമെന്നറിയാതെ നാണം കുണുങ്ങി അതിലേറെ ഭയത്തോടെ ലജ്ജയോടെ ഇക്രിമ കുണുങ്ങി കുണുങ്ങി പ്രവാചക സവിധത്തിലേക്ക് കയറി വരുമ്പോ അല്ലാഹുവിന്റെ ഹബീബത ദൂരെ നിന്ന് കണ്ടപ്പോഴേക്ക് ഇക്രിമയുടെ സമീപത്തേക്ക് അങ്ങോട്ട് ചെന്ന് തന്നോട് ഇക്രിമയെ ചേർത്തു പിടിക്കുന്നു. ആ വിശാലമായ കാരുണ്യത്തിന്റെ അനുഭവം അനുഭവിച്ചപ്പോ ഇക്രിമ ലജ്ജിച്ചു തലതാഴ്ത്തിപ്പോയി. ഈ നേതാവിനെയല്ലേ ഇത്രയും കാലം ഞാൻ വേദനിപ്പിച്ചത്. ഇസ്ലാം സ്വീകരിച്ച ഇക്രിമ റളിയല്ലാഹു അൻഹു പിന്നീട് ഇസ്ലാമിന്റെ പടയാളിയായി പ്രബോധകനായി മാറുന്നു. അങ്ങനെ എല്ലാവർക്കും മാപ്പ് കൊടുത്ത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് പിന്നീട് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം തിരിച്ചു പോകാൻ ഒരുങ്ങുകയാണ്. അങ്ങനെ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ മറ്റൊരു വാർത്ത കേട്ടു. തൊട്ടപ്പുറത്ത് ഹവാസിൻ, സഖീഫ് എന്നീ ഗോത്രക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ ഒരു സൈന്യത്തെ സജ്ജീകരിച്ച് ആക്രമണത്തിനൊരുങ്ങുന്നുണ്ട് എന്ന വാർത്ത. അങ്ങനെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുതിയ വിശ്വാസികളായ ഒരുപാട് ആളുകൾ, അങ്ങനെ ഏകദേശം 12,000 സേന ഇപ്പൊ റസൂലുള്ളാഹിന്റെ കൂടെ കൂടി. ഇന്നലെ മഞ്ഞാന്നൊക്കെ വന്ന ആൾക്കാരൊക്കെ ഉണ്ട്, അവരൊക്കെ കൂടി. അങ്ങനെ 12,000 ആളുകൾ ഹുനൈനിലേക്ക് മാർച്ച് ചെയ്തു. പോണ വൈക്ക് വെച്ച് ചിലര് പറഞ്ഞു, ലൻ തുഗ്ലബൽ യൗമ മിൻ ഖില്ലാഹ്, ആള് കുറഞ്ഞതിന്റെ പേരിൽ നമ്മൾ ഇന്ന് എന്തായാലും തോൽക്കൂല. ഈ ആള് കൂടിയിട്ടല്ല സംഗതി, ഈമാനും തഖ്വയാണ്. ഈ വാക്കും പറഞ്ഞാ പോയത്. പക്ഷേ പെട്ടെന്ന് തന്നെ ശത്രുക്കളുടെ പൊടുന്നനെയുള്ള ഒരാക്രമണത്തിൽ ആകെ ചിന്നിച്ചിതറിപ്പോയി. എല്ലാവരും നെട്ടോട്ടമോടി. പുതിയ ആളുകളൊക്കെ വന്ന വഴിക്ക് തന്നെ തിരിച്ചോടി. അള്ളാന്റെ ഹബീബും വിരലിലെണ്ണാവുന്ന ഏതാനും പേരും മാത്രം യുദ്ധക്കളത്തിലായി. മുത്തുനബിയുടെ ധീരത ലോകം കണ്ട സമയമാണത്. ധീരമായി അവിടുന്ന് പറഞ്ഞു, ഞാൻ നബിയാണ്, കള്ളം പറയുകയല്ല, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മകനാണ്, മക്കയുടെ ഭരണാധികാരിയായ അബ്ദുൽ മുത്തലിബിന്റെ മകനാണ്. അതുകൊണ്ട് എനിക്കൊരു കൂസലില്ല, പേടിയില്ല. റസൂലുള്ളാഹിന്റെ ധീരമായ മുന്നേറ്റം കണ്ട് അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഹലുമ്മൂ ഇലാ റസൂലില്ലാ, ഓ
ഓ അള്ളാന്റെ ഹബീബിന്റെ ചാരത്തേക്ക് വരുവീൻ. ചിതറി ഓടിയവരൊക്കെ തിരിച്ചു വന്നു. ശത്രുക്കൾക്കെതിരെ രണ്ടാമതൊരു പുനരാക്രമണം നടത്തി. അവരെല്ലാം ഛിന്ന ഭിന്നമായി ഓടിപ്പോയി. അവര് കൊണ്ടുവന്ന 10,000-കണക്കായ കന്നുകാലികളൊക്കെ റസൂലുള്ളാഹിന്റെ കയ്യിലായി. ഈ സംഭവത്തെ സൂചിപ്പിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞു, ലഖദ് നസറക്കുമുല്ലാഹു ഫി മവാത്തിന കസീറ. ഒട്ടേറെ യുദ്ധമുഖത്ത് അല്ലാഹു അവിടുത്തെ സഹായിച്ചിട്ടുണ്ട്. വിശിഷ്യാവ യൗമ ഹുനൈൻ, ഹുനൈൻ യുദ്ധ ദിവസത്തിലും ഇത് അഅജബത്തുക്കും കസറത്തുക്കും ഫലം തുഗ്നി അൻകും ശൈആ. നിങ്ങളെ ആൾബലം കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നി നിങ്ങൾ വലിയ ആളുകളാണ്. പക്ഷേ അത് നിങ്ങൾക്ക് ഒന്നും ഐശ്വര്യമാക്കി തന്നില്ല. വല്ലാഖത്ത് അലൈക്കുമുൽ അർളു ബിമാ റഹബത്ത്. വിശാലമായ ഈ ഭൂമി നിങ്ങൾക്ക് ഇടുങ്ങിയതായി അനുഭവപ്പെട്ടു. ഓടാൻ സ്ഥലം കാണുന്നില്ല. സുമ്മ വല്ലൈതും മുദ്ബിരീൻ. പിന്നെ നിങ്ങൾ പിന്തിരിഞ്ഞോടിയില്ലേ. സുമ്മാൻസലല്ലാഹു സക്കീനത്തുഹു അലാ റസൂലിഹി വഅലൽ മുഅ്മിനീൻ. പിന്നെ വിശ്വാസികൾക്കും മുത്തുനബിക്കും അല്ലാഹു സമാധാനം ഇറക്കി കൊടുത്തു. വഅൻസല ജുനൂദല്ലം തറൗഹാ. നിങ്ങൾ കണ്ടുകൊണ്ട് കാണാത്ത സേനയെ അല്ലാഹു ഇറക്കി തന്നു. അങ്ങനെ വഅദബല്ലദീന കഫറു വദാലിക ജസാഉൽ കാഫിരീൻ. സത്യനിഷേധികൾക്ക് അല്ലാഹു ശിക്ഷ കൊടുത്തു. നിങ്ങൾക്ക് അല്ലാഹു സഹായം തന്നു. ഹുനൈനെ പറ്റി അല്ലാഹു പറഞ്ഞു. അങ്ങനെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ധാരാളം ഗനീമത്ത് സ്വത്തൊക്കെ കിട്ടി. അവിടുന്ന് അള്ളാഹിന്റെ ഹബീബ് ഇവരെ കൂട്ടത്തിൽപ്പെട്ട പലരും ഓടിപ്പോയത് അന്ന് ത്വായിഫിലേക്കാണ്. ത്വായിഫിലേക്ക് ഓടിപ്പോയപ്പം റസൂലുള്ളാഹി പറഞ്ഞു അവരെ വിടരുത്, അവിടെ പോകണം. അങ്ങനെ ത്വായിഫിലേക്ക് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈന്യത്തെ നയിച്ചു. 18 ദിവസം അവിടെ ഉപരോധിച്ചു. അതിനുശേഷം അള്ളാഹിന്റെ ഹബീബ് അവർക്ക് അനുകൂലമായി ദുആ ചെയ്ത് തിരിച്ചു പോന്നു. അല്ലാഹുമ്മ ഹദി സഖീഫൻ വഖ്ഫിനാ മുഅനതഹും വഗ്തി ബിഹിം മുസ്ലിമീൻ. അവരെ മുസ്ലിങ്ങളായി നീ ഞങ്ങളടുത്തേക്ക് എത്തിക്കണേ എന്ന് ദുആർന്ന് പോന്നപ്പോൾ ആ പ്രാർത്ഥന ഫലിച്ചു. റസൂലുള്ളാഹി മദീനയിലേക്ക് പോകുന്നതിന് മുമ്പ് ആ നാട്ടുകാരൊക്കെ ഇസ്ലാമിലേക്ക് വന്നു. അൽഹംദുലില്ലാഹ്. അങ്ങനെ സമാധാനമായി മക്കയും പരിസരവും ഒക്കെ ഇസ്ലാമിന്റെ കീഴിലായി. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ മദീനയിലേക്ക് തിരിച്ചു വരികയാണ്. ആ തിരിച്ചു പോരുന്നതിന്റെ ഭാഗമായി ജഅറാനയിൽ വെച്ച് നബി തങ്ങൾ ഈ ഗനീമത്ത് സ്വത്തുക്കളൊക്കെ ഓഹരി ചെയ്ത് പുതുതായി വന്നവർക്ക് വളരെ കൂടുതലായി കൊടുത്ത്, പിന്നെ അവിടെ നിന്ന് ഏകദേശം ഒരു 9 കിലോമീറ്ററാണ് കാബത്തിലേക്കുള്ളത്. നബി ഉംറയ്ക്ക് ഇഹ്റാം കെട്ടി. ഹറമിന്റെ പുറത്താണ് ജഅറാന. അവിടെ നിന്ന് ഇഹ്റാം കെട്ടി പോയി ഉംറ ചെയ്ത് തിരിച്ച് മദീനയിലേക്ക് യാത്രയായി. അങ്ങനെയാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കം ഫത്ഹ്. അങ്ങനെ മക്കയും മദീനയും ഉൾക്കൊള്ളുന്ന ആ പ്രദേശങ്ങളെല്ലാം ഉൾപ്പെട്ട വലിയൊരു രാജ്യമായി മുത്തുനബിയുടെ രാഷ്ട്രം മാറി. അങ്ങനെ മദീനയിലെത്തിയ ഹിജ്റയുടെ 9ാമത്തെ കൊല്ലം, ആ വർഷം റോമുകാർ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി ഒരു പടയൊരുക്കം നടത്തുന്നു എന്ന വാർത്ത കേൾക്കുകയാണ്. അറബ് ലോകത്തു നിന്ന് വലിയൊരു ആക്രമണം ആരും നടത്താൻ സാധ്യതയില്ല. അനമറബ് രാജ്യത്തു നിന്നാണ് ഇനി ഒരു സേന വരാൻ പോകുന്നത്. ഇവരെ പ്രതിരോധിക്കാൻ അള്ളാഹിന്റെ ഹബീബ് 30,000 വരുന്ന ഒരു സേനയെ സജ്ജീകരിച്ചു. കാരണം 3 ലക്ഷമാണ് ശത്രുക്കളുടെ അംഗബലം. അവരെ നേരിടാൻ 30,000 വരുന്ന ഒരു സേന. കടുത്ത വേനൽക്കാലം, നല്ല ദാരിദ്ര്യമുള്ള സമയം. അങ്ങനെ മുത്തുനബി എല്ലാവരോടും സംഭാവന ചോദിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ മുഴുവൻ സ്വത്തും അവിടെ സമർപ്പിച്ചു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തന്റെ സമ്പത്തിന്റെ പകുതി കൊടുത്തു. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ 300 ഒട്ടകവും 1000 സ്വർണ്ണ നാണയവും അതിങ്ങനെ മടിയിലിട്ട് കൊടുത്തപ്പോൾ റസൂലുള്ളാഹി കൈകൊണ്ട് ഇങ്ങനെ കോരിയിട്ട് പറഞ്ഞു, ഉസ്മാൻ, ഇന്നത്തെ ദിവസത്തിന് ശേഷം നിങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും അതിന് യാതൊരു പ്രശ്നവുമില്ല. അള്ളാഹു അത്രയും സന്തോഷിക്കും നിങ്ങളെ ഈ സ്വതക്ക കാരണം. അങ്ങനെ സ്ത്രീകൾ അവരെ ആഭരണം അഴിച്ച് സ്വതക്ക കൊടുത്ത സന്ദർഭമാണ്. അങ്ങനെ വലിയൊരു സേനയുമായി മുത്തുനബി പോയി. അത്ഭുതകരമായ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായ ഒരു യാത്രയാണ് തബൂക്ക് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള യാത്ര. ആ യാത്രയിലുണ്ടായ സംഭവങ്ങളൊക്കെ പറയാൻ നമ്മുടെ മുമ്പിൽ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ വിടുകയാണ്. അങ്ങനെ ശത്രുക്കൾ റസൂലുള്ളാഹിന്റെ വരവറിഞ്ഞ് അവര് പേടിച്ച് രംഗത്ത് വരാതിരുന്നപ്പോ ഏതാനും ദിവസം അവിടെ തങ്ങിയതിനു ശേഷം നബി സൈന്യത്തെ തിരിച്ചു കൊണ്ടുവന്നു. അങ്ങനെ ശാന്തമായി
10-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ആ വർഷം മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇനി സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ ഒരു കാര്യം മാത്രം ബാക്കി നിൽക്കുന്നു. എങ്ങനെയാണ് ജുമുഅ നിസ്കരിക്കേണ്ടത്, ജമാഅത്തായി നിസ്കരിക്കേണ്ടത്, സക്കാത്ത് കൊടുക്കേണ്ടത്, ഉംറ ചെയ്യേണ്ടത്, ഇങ്ങനെ ദീനിന്റെ ശരീഅത്ത് നിയമങ്ങളൊക്കെ മദീനയിലെ താമസകാലത്തിന്റെ ഇടക്ക് ഘട്ടം ഘട്ടമായി സ്വഹാബത്തിനെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. ഇനി പഠിപ്പിച്ചു കൊടുക്കാൻ അവശേഷിക്കുന്ന ഒരേ ഒരു വിഷയം ഹജ്ജ് കർമ്മം എങ്ങനെയെന്നതാണ്. സ്വഹാബത്തിന് മുത്തുനബി നേരിട്ട് നേതൃത്വം കൊടുത്ത ഹജ്ജ് ഇതുവരെ നടന്നിട്ടില്ല. അതുകൊണ്ട് അള്ളാന്റെ ഹബീബ് ഓർഡർ ഇട്ടു, ഞാൻ ഹജ്ജിന് പോകുന്നുണ്ട് ഈ വർഷം, താല്പര്യമുള്ളവരൊക്കെ മദീനയിലേക്ക് വരിക. അങ്ങനെ റസൂലുള്ളാഹിന്റെ ആഹ്വാനം കേട്ട് തുടക്കം മുതൽക്ക് തന്നെ ഹജ്ജിന്റെ ഓരോന്നും നബിയിൽ നിന്ന് പഠിക്കണമെന്ന് ആഗ്രഹിച്ച് 1,14,000 പേർ ആണും പെണ്ണുമായി അന്ന് മദീനയിൽ തടിച്ചുകൂടി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് ദുൽഹിജ്ജ മാസം 24 മദീനയിൽ നിന്ന് പുറപ്പെട്ടു. നേരെ വന്ന് ദുൽഹുലൈഫയിലെത്തി. അവിടുന്ന് ഹജ്ജിന്റെ ഇഹ്റാം കെട്ടി അള്ളാഹിന്റെ ഹബീബ് അവിടുന്ന് യാത്ര ചെയ്യുകയാണ്. മുഴുവൻ ഭാര്യമാരും കൂടെയുണ്ട്, കുടുംബാംഗങ്ങൾ എല്ലാവരുമുണ്ട്, സ്വഹാബത്തും എല്ലാവരെയും കൂട്ടിയാണ് യാത്ര ചെയ്യുന്നത്. ദുൽഹിജ്ജ 4 ഞായറാഴ്ചയാണ് തുടർന്ന് മക്കത്ത് എത്തിച്ചേരുന്നത്. അങ്ങനെ അള്ളാഹിന്റെ ഹബീബ് ആദ്യമായി വന്ന് തവാഫ് ചെയ്തു. സ്വഹാബത്തിന് തവാഫിന്റെ രീതിയൊക്കെ നേരത്തെ ഉംറയുടെ ഭാഗമായി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും അതറിയാത്ത പലരും ഉണ്ട്. അവരോടൊക്കെ പറഞ്ഞു, ഖുദൂ അന്നീ മനാസികകും, ഹജ്ജ് അതിന്റെ കർമ്മം എങ്ങനെയാണെന്ന് നിങ്ങൾ എന്നിൽ നിന്ന് പഠിച്ചോളൂ. സഈ ചെയ്ത് കാണിച്ചു കൊടുത്തു. അതിനുശേഷം 4 ദിവസം റസൂലുള്ള താമസിച്ചത് എവിടെയാണ്? ബത്ഹാ എന്ന സ്ഥലത്താണ്. അത് മക്കയിൽ നിന്ന് നമ്മൾ മിനായിലേക്ക് പോകുന്നതിന്റെ പരിസരത്താണ് എന്നാ പറയപ്പെടുന്നത് ബത്ഹാ. നമ്മളെ മാതിരി ഹറമിന്റെ തൊട്ടടുത്ത് താമസം എന്നാണ് നമ്മളെ പരസ്യം. എല്ലാവർക്കും അതാ വേണ്ടത്. റസൂലുള്ള ഹജ്ജിന് വന്നപ്പം അങ്ങനെ താമസിച്ചിട്ടില്ല. എല്ലാ വക്തിനും അവർക്ക് ഹറമിൽ വന്നിട്ട് നിസ്കരിക്കാനും അവസരം ഉണ്ടായിരുന്നില്ല. അതെന്തുകൊണ്ടാണ് എന്ന് ആലോചിക്കുന്നവരുണ്ട്. ചിലപ്പം ഇത്രയും ആളുകൾക്ക് അവിടെ വന്ന് ശുചീകരിക്കാനും വൃത്തി വരുത്താനൊന്നും സൗകര്യമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ആ പരിസരത്ത്, പള്ളീൻ്റെ പരിസരത്ത് ഇതിനെല്ലാമുള്ള സജ്ജീകരണം ഇല്ലാത്തത് കൊണ്ട് ആളുകൾക്കൊക്കെ സൗകര്യം ഏതെങ്കിലും ഒരു മലഞ്ചെരുവിൽ പോയാൽ ഓരോ പ്രാഥമിക കർമ്മങ്ങളും മറ്റുള്ള വിഷയങ്ങളൊക്കെ അവിടെ നിന്ന് നടത്താലോ, ഇതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ മറ്റൊരു സ്ഥലത്തേക്ക് അവർ മാറിയത്. ഹറമിൻ്റെ തൊട്ടടുത്തല്ല അവർ താമസിച്ചത്. അങ്ങനെ 4 ദിവസം അവിടെ താമസിച്ച് ദുൽഹിജ്ജ 8 അവിടെ നിന്ന് മിനയിലേക്ക് പോയി. 9 രാവിലെ മിനയിൽ നിന്നും അവിടെ നിന്ന് നെമിറ വഴിയതാ അറഫയിലേക്ക് പുറപ്പെടുകയാണ്. അങ്ങനെ അറഫയിൽ നിൽക്കേണ്ട സമയമായപ്പം ഉച്ചയ്ക്ക് ശേഷം മുതൽക്കാണല്ലോ 9 അറഫയിൽ നിൽക്കേണ്ട സമയമാകുക. ആ സമയം മുതൽ അറഫയിൽ നിൽക്കേണ്ട രീതിയും അവിടുന്ന് ചൊല്ലേണ്ട ദിക്റുകളൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് അവിടെ വെച്ചൊക്കെ മുത്തുനബി അതാ സ്വഹാബത്തിന് ആവശ്യമായ ഉപദേശങ്ങളൊക്കെ ഖുതുബയിലൂടെ നൽകി. അവസാനം ഹജ്ജിന്റെ പൂർത്തീകരണം കഴിഞ്ഞു. ഇഫാദത്തിന്റെ തവാഫിന്റെ മുമ്പായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതാ അറവ് നടത്തുകയാണ്. അറവ് നടത്തുന്ന നേരത്ത് അള്ളാഹിന്റെ ഹബീബ് ഒരുപാട് സൂചനകൾ നൽകുന്നുണ്ട് ഈ യാത്രയിൽ ഉടനീളം. ഒന്നാമത്തെ സൂചനയാണ് ഖുദൂ അന്നീ മനാസികകും, ഹജ്ജ് നിങ്ങൾ എന്നിൽ നിന്ന് പഠിച്ചോളൂ എന്ന് പറഞ്ഞാൽ ഇനി എനിക്ക് നിങ്ങൾക്ക് ഹജ്ജ് ചെയ്ത് കാണിച്ചു തരാൻ അവസരമുണ്ടായിക്കൊള്ളണം എന്നില്ല എന്ന സൂചനയാണ്. രണ്ടാമത് അവിടുന്നതാ ഹജ്ജത്തുൽ വിദായില് അറഫ സംഗമത്തിൽ നടത്തിയ പ്രസംഗത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇതാ അല്ലാഹുവിന്റെ ദീന് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അതിനാൽ ഫല്യുബല്ലിഗി ഷാഹിദുൽ ഗായിബ, എന്നിൽ നിന്ന് ദീൻ മനസ്സിലാക്കിയവർ വരും തലമുറക്ക് ഇത് എത്തിക്കാത്തവർക്ക്, കേൾക്കാത്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ. ഇത് വ്യക്തമായ സന്ദേശമാണ്. മുത്തുനബിയുടെ ദൗത്യം പൂർണ്ണമാകുന്നു. അവിടുത്തെ വഫാത്ത് അടുത്തിരിക്കുന്നു. ആ പ്രഭാഷണം കഴിഞ്ഞ് അവിടുന്ന് നേരെ മിനയിലേക്ക് വന്നതിന് ശേഷം അവിടെ വെച്ച് അറവ് നടത്തുന്നു. 100 ഒട്ടകങ്ങളെ
അറവ് നടത്തി ഈ കൂടെ വരുന്നവർക്ക് ദാനം ചെയ്യാൻ മുത്തുനബി കരുതിയിരുന്നു. അങ്ങനെ കൊണ്ടുവന്ന 100 ഒട്ടകങ്ങളിൽ 63 എണ്ണത്തെ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം കൈകൾ കൊണ്ടാണ് അറുത്തത്. ബാക്കി അലി ഇബ്നു അബീ ത്വാലിബിനെ കൊണ്ട് അറുപ്പിച്ചതാണ്. ഇതെന്തിന്റെ സൂചനയാണ്? എന്റെ ആയുസ്സുദാ 63 നിൽക്കുന്നു. ഒരു വയസ്സിന് 1 എന്ന തോതിൽ ഓരോ ഒട്ടകത്തെയും മുത്തുനബി അറുക്കുകയാണ്. ഇതിന്റെ പുറമെ മറ്റൊരു സൂചന, അവിടുന്ന് ഒട്ടകത്തെ അറുത്ത് ദാനം ചെയ്തതിന് ശേഷം മുടി കളയേണ്ട കർമ്മം നിർവഹിക്കുമ്പോ സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, ഫഅഅതാഹു അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു, ആ ശിരസിലെ മുടി മുഴുവനും അബൂ ത്വൽഹ എന്ന സ്വഹാബിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇഖ്സിംഹു ബൈനന്നാസ്, അബൂ ത്വൽഹ ഇത് ജനങ്ങൾക്കിടയിൽ വിതരണം നടത്തുക. എന്തിനാണ് മുത്തുനബി അത് പറഞ്ഞത്? നേരത്തെ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ച് നിരന്തരം ബറക്കത്തെടുക്കുന്നവരാണ് തന്റെ ശിഷ്യന്മാർ. അവിടത്തെ ശരീരത്തിൽ തട്ടി നിർഗളിക്കുന്ന ആ ജലഗണത്തിനു വേണ്ടി അവർ തിക്കും തിരക്കും കൂട്ടാറുണ്ട്. വിയർപ്പ് ഗണങ്ങൾ അവർ ശേഖരിക്കാറുണ്ട്. ആ പവിത്രമായ കരസ്പർശം കൊണ്ട് അവർ അനുഗ്രഹീതരാകാറുണ്ട്. ഇനി ഞാൻ ഈ ലോകത്ത് നിന്ന് അപ്രത്യക്ഷനായി കഴിഞ്ഞാലും എന്റെ ബറക്കത്ത് എന്റെ ഉമ്മത്തിന് കിട്ടാതെ പോകരുത്. ഇതിന്റെ കൃത്യമായ സന്ദേശം നൽകിയിട്ടാണ് അവിടുന്ന് ഈ മുടികളൊക്കെയും സ്വഹാബത്തിന്റെ കയ്യിലേൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇഖ്സിംഹു ബൈനന്നാസ്, സ്വഹാബത്തിന് വിതരണം ചെയ്തോളൂ. തിക്കും തിരക്കും കൂട്ടി മഹാന്മാർ അത് കൈവശപ്പെടുത്തുകയാണ്. നിങ്ങൾ ആലോചിക്കണം, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് വിതരണം ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ എല്ലാ സൂചനകളും നൽകി അവസാനം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ പൂർത്തീകരിച്ച് തിരിച്ചു പോരുന്ന സമയത്ത് തന്റെ അനുയായികൾക്ക് മുഴുവനും ആശീർവാദം നൽകി എല്ലാവരോടും അവരവരെ നാട്ടിലേക്ക് പിരിഞ്ഞു പോകാൻ പറഞ്ഞെങ്കിലും ചില സ്വഹാബികൾ അവരെ മനസ്സിൽ റസൂലുള്ളാഹിന്റെ ഒരു ഉപദേശം തങ്ങി നിന്നു. എന്താണത്? ഈ വിശുദ്ധ ദീൻ അത് കേൾക്കാൻ ഭാഗ്യം കിട്ടാത്തവർക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു പറ്റം സ്വഹാബത്ത് എന്ത് ചിന്തിച്ചു? നമ്മൾ അത് നിർവഹിക്കുക. ഏതായാലും റസൂലുള്ളാഹി തങ്ങളെ ദൗത്യം പൂർത്തിയായി. അത് ഖുർആനും റസൂലുള്ളാഹിന്റെ വാക്കുകളും നമുക്ക് സൂചന തരുന്നുണ്ട്. വന്ന നാട്ടിലേക്ക് പോകാതെ നല്ലൊരു ഭാഗം സ്വഹാബികൾ ഇസ്ലാം മതത്തിന്റെ പ്രചാരണത്തിനു വേണ്ടി ഇതര രാജ്യത്തേക്കാ ഹജ്ജും കഴിഞ്ഞു പോയത്. വേറെ ഒരു കൂട്ടര് ഭാര്യമാരെയും മക്കളെയും ഒക്കെ വീട്ടിലാക്കണമല്ലോ, അവരെ നാട്ടിലേക്ക് കൊണ്ടുവിട്ടതിനു ശേഷം ബാക്കിയുള്ള നല്ലൊരു പറ്റം ആളുകൾ അവരും മറ്റു പ്രദേശങ്ങളിലേക്ക് പ്രബോധനത്തിന് പോകുന്നു. അള്ളാന്റെ ഹബീബിനെ വിട്ടുപോകാൻ മനസ്സനുവദിക്കാത്ത മറ്റു സ്വഹാബികൾ മുത്തുനബിയുടെ കൂടെ മദീനയിലും താമസിക്കുന്നു. ചരിത്രം പരിശോധിക്കുമ്പോൾ 1.25 ലക്ഷത്തോളം സ്വഹാബത്ത് റസൂലുള്ളാഹിക്കുണ്ടായിരുന്നുവെങ്കിലും അറബ് നാടുകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവർ ഇതിൽ നിന്ന് കേവലം 10,000-ഓളം സ്വഹാബത്ത് മാത്രമാണത്രേ. ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി എന്ന് ചോദിച്ചാൽ ഈ ദീനിന്റെ പ്രചാരണത്തിനു വേണ്ടി അനറബ് നാടുകളിലേക്ക് പിടിച്ചതാണ്. അതുകൊണ്ടാണ് നെഹ്റു പറഞ്ഞതുപോലെ ചുരുങ്ങിയ 1/2 നൂറ്റാണ്ടുകൊണ്ട് ഈ ഭൂഗോളത്തിന്റെ അർദ്ധഭാഗത്തേക്കും പരിശുദ്ധ ദീനുൽ ഇസ്ലാം എത്തിയത് അല്ലാഹു തെരഞ്ഞെടുത്ത ശിഷ്യഗണങ്ങളായ സ്വഹാബത്തിന്റെ കഠിനാധ്വാനം കൊണ്ടാണ്. അവരെ ബറക്കത്ത് കൊണ്ട് ദീനീ പ്രബോധന രംഗത്ത് സജീവമാകാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് വർദ്ധിപ്പിക്കുമാറാകട്ടെ. മുത്തുനബി മദീനയിലെത്തി. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടത്തേക്ക് ഇനി ആഖിറത്തെക്കുറിച്ചുള്ള ചിന്ത മാത്രമാണ്. സാധാരണ ഉള്ളതിനേക്കാൾ ഇബാദത്ത് വർദ്ധിച്ചു. എപ്പോഴും പരലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. അത്തരം അർത്ഥം വെച്ചുകൊണ്ടുള്ള സംസാരങ്ങൾ മാത്രം നടത്തുന്നു. അങ്ങനെയതാ നുബുവത്തിന്റെ ഹിജ്റയുടെ 11ാമത്തെ കൊല്ലം സഫർ മാസം 29-ാം തീയതി ഒരു ബുധനാഴ്ച, ആ മാസത്തിലെ ഒടുവിലെ ബുധനാണ്, നബിതങ്ങൾ മസ്ജിദു നബവിയുടെ പരിസരത്തുള്ള ജന്നത്തുൽ ബഖയിൽ ഒരു ജനാസ ഖബറടക്കുന്ന ചടങ്ങിൽ പങ്കെടുത്തതാണ്.
പങ്കെടുത്ത് തിരിച്ചു വന്ന് വീട്ടിൽ ആയിഷ ബീവിയുടെ അടുത്ത് നോക്കുമ്പോൾ വല്ലാത്ത തലവേദന. ആയിഷ ബീവിയോട് വിവരം പറഞ്ഞു. ആയിഷ ബീവി പറഞ്ഞു, എനിക്കും എന്താ അറിയില്ല, ഭയങ്കര തലവേദന ഉണ്ട്. അത് റസൂലുള്ളാഹിന്റെ രോഗത്തിന്റെ തുടക്കമാണ്. പിന്നീട് രോഗം ഇങ്ങനെ പനിയായി മാറുന്നു, വല്ലാത്ത ക്ഷീണം വരുന്നു. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യമാരെ വീട്ടിൽ മാറി മാറി താമസിക്കാറാണ് പതിവ്. അങ്ങനെ അള്ളാഹിന്റെ ഹബീബ് അന്ന് മഹദിയായ മൈമൂന റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ ചോദിക്കുന്നു, നാളെ ഞാൻ എവിടെയായിരിക്കും, നാളെ ഞാൻ എവിടെയാണ് താമസിക്കേണ്ടത്? നബി തങ്ങൾക്ക് ഇങ്ങനെ പനീന്റെ ആ വെപ്രാളത്തിൽ ചോദിക്കുകയാണ്. അപ്പൊ ഭാര്യമാര് മനസ്സിലാക്കി ഈ ചോദ്യത്തിന്റെ അർത്ഥം ആയിഷ ബീവിയുടെ വീട്ടില് എന്നായിരിക്കും താമസിക്കുക എന്നതാകാൻ സാധ്യതയുണ്ട്. കാരണം ഇത്തരം സങ്കടങ്ങളുള്ള സമയത്തൊക്കെ റസൂലുള്ളാഹിക്ക് ഏറ്റവും സാന്ത്വനം ലഭിക്കാറുള്ളത് ആയിഷ ബീവിന്റെ അടുത്തുനിന്നാണ്. അതുകൊണ്ട് ഭാര്യമാര് യോഗം ചേർന്ന് തീരുമാനിച്ചു, നമുക്ക് ആയിഷ ബീവിന്റെ അടുത്ത് കാക്കാം. അങ്ങനെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് റസൂലുള്ളാഹിനെ മാറ്റുന്നു. അതിൻ്റെ ഇടയ്ക്ക് നബിതങ്ങൾ വല്ലാത്ത ക്ഷീണം ബാധിച്ചപ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഇമാമത്ത് നിൽക്കാൻ ആവശ്യപ്പെടുന്നു. മദീനയിൽ മുത്തുനബി വന്ന അന്നു മുതൽ റസൂലുള്ളാഹിന്റെ അഭാവത്തിലൊഴികെ എല്ലാ നേരത്തും അവിടെ നിന്നാണ് ഇമാമത്ത് നിൽക്കാറുള്ളത്. റസൂലുള്ള പള്ളിയോട് ചേർന്ന റൂമിലുണ്ടായിരിക്കെ പുതിയ ഒരു ഇമാമ് മിഹ്റാബിലേക്ക് കയറി നിൽക്കുമ്പോ സ്വഹാബത്തിന്റെ മനസ്സ് വേദനിക്കുന്നു, അവർക്ക് വലിയ സങ്കടം തോന്നുന്നു. അവസാനം മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മനമില്ലാ മനസ്സോടെ റസൂലുള്ളാഹിന്റെ പങ്കാളിത്തമില്ലാത്ത ജമാഅത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. അങ്ങനെ അതാ മുത്തുനബിയുടെ ജീവിതത്തിലെ അവസാനത്തെ ഒരു ബുധനാഴ്ച, അന്ന് അവിടത്തേക്ക് രാവിലെ ഒരു ബോധക്ഷയം പോലെ ക്ഷീണം വന്നു. കുറഞ്ഞ നേരം ഇങ്ങനെ മാളിക്കടന്നു. പിന്നെ ബോധം വന്നപ്പം ആയിഷ ബീവി വിളിച്ചു പറഞ്ഞു, 7 കിണറിൽ നിന്ന് നിങ്ങൾ വെള്ളം കൊണ്ടുവരണം. ഈ നിർദ്ദേശം ആയിഷ ബീവി സ്വഹാബത്തിന് കേൾപ്പിച്ചു. അവർ പാത്രങ്ങൾ എടുത്ത് ഓടി. ഒരു അസാധാരണമായ കുളിക്കുള്ള ഒരുക്കാണ്. 7 തോൽപാത്രം വെള്ളം 7 കിണറുകളിൽ നിന്ന് മഹാന്മാരായ സ്വഹാബത്ത് കൊണ്ടുവന്നു. മുത്തുനബിയുടെ ഭാര്യന്മാർ എല്ലാവരും ചേർന്ന് അവിടുത്തെ പ്രത്യേകമായ ഈ വെള്ളം ഉപയോഗിച്ച് കുളിപ്പിച്ചു. അവിടത്തേക്ക് നല്ല ആശ്വാസമുണ്ടായി. അന്ന് വഫാത്തിന്റെ 5ാമത്തെ 5 ദിവസങ്ങൾക്ക് മുമ്പാണ് സംഭവം. ആശ്വാസം തോന്നിയപ്പോ പതുക്കെ പള്ളിയിൽ ചെന്ന് മിഹ്റാബിന്റെ മിമ്പറിന്റെ ഏറ്റവും താഴെയുള്ള പടിയിലിരുന്നു. എന്നിട്ട് മുത്തുനബി ഇങ്ങനെ ദീർഘശ്വാസം വിട്ട് സ്വഹാബത്തിനെ നോക്കി സങ്കടത്തോടെ പറയുന്നു, ഇന്നല്ലാഹ ഖയ്യറ അബ്ദൻ ബൈന ദുനിയാ വ ബൈന മാ ഇൻദഹു. അല്ലാഹു അവന്റെ ഒരടിമക്ക് ദുനിയാവോ അള്ളാന്റെ അടുക്കലുള്ള അനുഗ്രഹമോ ഏതാ വേണ്ടത് ഇഷ്ടം തെരഞ്ഞെടുക്കാമെന്ന് അനുമതി കൊടുത്തപ്പോൾ ഫഖ്താറ ദാലിക്കൽ അബ്ദു, ആ അടിമ തെരഞ്ഞെടുത്തത് മാ ഇൻദല്ലാഹ്, അള്ളാന്റെ അടുക്കലുള്ളതിനെയാണ്. റസൂലുള്ള അങ്ങനെ ആരെയോ പറ്റി പറയുന്നത് പോലെ പറഞ്ഞു. സ്വഹാബത്തിന്റെ മനസ്സ് റസൂലുള്ള വഫാത്താകുക എന്നുള്ളത് ആലോചിക്കാൻ പോലും ആർക്കും കഴിയില്ല. പക്ഷേ വലിയ ബുദ്ധിമാനും ചിന്തകനുമൊക്കെ ആയ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ വാക്ക് കേട്ട പാട് നിയന്ത്രിക്കാൻ കഴിയാതെ സിദ്ദീഖ് തങ്ങൾ പൊട്ടി കരഞ്ഞു. ആ കരച്ചിൽ കേട്ടപ്പം റസൂലുള്ളാഹി തങ്ങളതാ സിദ്ദീഖ് തങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നു, സിദ്ദീഖേ, അല്ലാഹു തആല എനിക്ക് നിങ്ങളെ ഒരു ഖലീലായി തെരഞ്ഞെടുക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ഖലീലായി ഞാൻ നിങ്ങളെ തെരഞ്ഞെടുക്കാത്തത് അള്ളാഹു എൻ്റെ അനുയായികളെ എനിക്ക് സ്വഹാബിമാരായി നിശ്ചയിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ സങ്കടപ്പെടണ്ട. സിദ്ദീഖിനെ എല്ലാവരും ആദരിച്ചോളണം. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വാതിലല്ലാത്ത എല്ലാ വാതിലും ഇന്നു മുതൽ അടക്കപ്പെടണം. മദീനത്തെ പള്ളിയിലേക്ക് സ്വഹാബത്തിനൊക്കെ അവരെ വീടിന്റെ നേരെ വാതിൽ വെച്ചു കൊടുത്തിരുന്നു. അന്ന് നബി തങ്ങൾ പ്രസ്താവിച്ചു, സിദ്ദീഖിന്റെ വാതിലല്ലാത്ത എല്ലാ വാതിലും അടച്ചു കളയാ. ഇത് വ്യക്തമായ സൂചനയാണ് ആരാണ് തന്റെ പിന്മുറക്കാരൻ ഖലീഫ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ക്ഷീണവും രോഗവും ഒക്കെ അതിനുശേഷം
17 വക്തുകൾക്ക് നേതൃത്വം കൊടുത്തത് സിദ്ദീഖ് തങ്ങളാണ്. അന്ന് വീട്ടിലേക്ക് തിരിച്ചു ചെന്ന് രോഗം പിന്നെയും മൂർച്ഛിക്കുകയാണ്. തൻ്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബീവി മക്കളോടൊപ്പം രോഗം കാണാൻ വന്നു. ഫാത്തിമയെ കണ്ടാൽ മുത്തുനബി അപ്പോഴും ചെറിയ കുട്ടികളോട് പെരുമാറുന്നത് പോലെയാണ്. കാരണം എന്താണ്? മുത്തുനബിക്ക് സ്നേഹിക്കാൻ ഇനി ഒരേ ഒരു മകള് ഫാത്തിമ മാത്രമേ ബാക്കിയുള്ളൂ. അവിടുത്തെ മുതിർന്ന പെൺമക്കളൊക്കെ ഇതിനു മുമ്പ് മരിച്ചുപോയി. ആൺകുട്ടികളൊക്കെ ചെറുപ്പത്തിലെ വഫാത്തായി പോയി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇപ്പോൾ ആണായും പെണ്ണായും ഫാത്തിമ എന്ന മകള് മാത്രമേ ഉള്ളൂ. അതിനാൽ എല്ലാ മക്കൾക്കുമുള്ള സ്നേഹം ഫാത്തിമ ബീവിക്ക് വാരിക്കോരി കൊടുക്കുകയാണ് പതിവ്. വലിയ പെൺകുട്ടിയാണെന്നൊന്നും റസൂലുള്ള പരിഗണിക്കാറില്ല. ചെറിയ മക്കളെ പരിലാളിക്കുന്നത് പോലെ തൻ്റെ മകളെ റസൂലുള്ള പരിലാളിക്കാറുണ്ട്. അങ്ങനെ വീട്ടിലേക്ക് കയറി വന്ന ഫാത്തിമ ബീവിയെ അടുത്തേക്ക് വിളിച്ചിട്ട് മഹാൻ പറയുന്നു, ഫാത്തിമ എന്ന് വിളിച്ച് കാതിലെന്തോ രഹസ്യം പറയുന്നു. ഫാത്തിമ ബീവി പൊട്ടി പൊട്ടി കരഞ്ഞു. വല്ലാത്ത കരച്ചിൽ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ബേജാറായി. അത് കഴിഞ്ഞപ്പോൾ റസൂലുള്ള ഒന്നുകൂടെ അടുത്തേക്ക് വിളിച്ചു മകളെ. വേറെ ഒരു രഹസ്യം പറഞ്ഞു. ഫാത്തിമ ബീവിന്റെ മുഖം വെട്ടിത്തിളങ്ങുന്നു. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രഹസ്യം കേട്ട് കരയുന്നു, മറ്റൊരു രഹസ്യം കേട്ട് ചിരിക്കുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, മോളെ എന്താണ് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം? റസൂലുള്ള രഹസ്യം പറഞ്ഞപ്പം ചിരിക്കുകയും മറ്റൊന്ന് പറഞ്ഞപ്പം കരയുകയും ചെയ്തത്. ഫാത്തിമ ബീവി പറഞ്ഞു, ഉമ്മാ റസൂലുള്ളാഹി തങ്ങളെ രഹസ്യം ഇപ്പം വെളിപ്പെടുത്താൻ പറ്റൂല. അത് പിന്നീട് മഹദി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആ രഹസ്യം പറഞ്ഞു മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതാ പിന്നീട് അവിടുന്ന് വല്ലാത്ത വേദന തോന്നുന്നു. ആ ഇടയ്ക്ക് അവിടുന്ന് ഒരു സൈന്യത്തെ അയക്കാൻ തീരുമാനിച്ചിരുന്നു മൂത്തത്തിലേക്ക്. ജഅഫർ ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെയും സയ്യിദ് ബിൻ ഹാരിസത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഒക്കെ മരണം സംഭവിച്ചത് ഇടക്കാലത്ത് നടന്ന മറ്റൊരു യുദ്ധത്തിലാണ്, മൂത്തത്തി യുദ്ധത്തിൽ. അവരോട് പ്രതികാരം ചോദിക്കാൻ വേണ്ടി സയ്യിദ് ബിൻ ഹാരിസത്ത് റളിയല്ലാഹു അൻഹുവിന്റെ മകനായ ഉസാമത്ത് ബിൻ സയ്യിദ് എന്ന 17കാരനെ ചീഫ് കമാൻഡറാക്കി ഒരു സൈന്യത്തെ റസൂൽ നിശ്ചയിച്ചിട്ടുണ്ട്. ആ സൈന്യത്തിൽ മെമ്പർമാരാണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങള്, ഉമറുൽ ഫാറൂഖ് തങ്ങൾ, ഉസ്മാൻ തങ്ങള്, ഇങ്ങനത്തെ വലിയ വലിയ സ്വഹാബികളൊക്കെ. 17 വയസ്സ് മാത്രമുള്ള ഉസാമത്ത് ബിൻ സയ്യിദിന്റെ കീഴിലുള്ള സേനയിലെ അംഗമാണ്. ഇങ്ങനെ ഒരു യുദ്ധസേനയെ അയക്കാൻ നബി തീരുമാനിച്ചിരുന്നു. അപ്പൊ റസൂലുള്ളാഹിക്ക് അപ്പോഴാണ് അസുഖം ബാധിക്കുന്നത്. അത് കേട്ടറിഞ്ഞപ്പോ ഇവരെന്ത് തീരുമാനിച്ചു? ഇതെന്താന്ന് അറിഞ്ഞിട്ട് പോപ്പോ തൽക്കാലം യാത്ര നിർത്തിവെക്കാന്ന് മഹാനായ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു തീരുമാനിച്ചു. പക്ഷെ നാട്ടിലൊരു സംസാരം, ഇതേതായാലും ശരിയായില്ല. സിദ്ദീഖ് തങ്ങളൊക്കെ ഉള്ള ഒരു സേനക്ക് നേതൃത്വം ആരാ? 17 വയസ്സുള്ള ഉസാമ. അത് ശരിയായില്ലല്ലോ എന്നിങ്ങനെ അഭിപ്രായം ഉണ്ടായപ്പോൾ റസൂലുള്ളാഹിന്റെ കാതിലിതെത്തി. നിബിതങ്ങൾക്ക് സഹിച്ചില്ല. അവിടുന്നതാ ഒരു തോർത്തുമുണ്ട്, അതുകൊണ്ട് തല വരിഞ്ഞു കെട്ടി കഠിനമായ തലവേദന കാരണം മഹാനായ അലി തങ്ങളുടെയും അബ്ബാസ് തങ്ങളുടെയും തോളിൽ താങ്ങി പള്ളിയുടെ മിമ്പറിൽ വന്നിരുന്നുകൊണ്ട് ഗൗരവത്തോടെ പറഞ്ഞു, ഉസാമ വളരെ നല്ലവനാണ്, മുത്തുനബിയുടെ വീട്ടിൽ വളർന്ന കുട്ടിയാണ്, റസൂലുള്ള സ്വന്തം മക്കളെപ്പോലെ പോറ്റിയ ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ രക്തത്തിന് പകരം ചോദിക്കാൻ ഏറ്റവും നല്ല യോദ്ധാവ് അദ്ദേഹം തന്നെയാണ്. ആ നേതൃത്വത്തിനൊരു കുറവുമില്ല. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, നിങ്ങൾക്ക് നേതാവായി നിശ്ചയിക്കപ്പെടുന്നത് നീഗ്രോ വംശജനായ ഒരടിമയാണെങ്കിൽ പോലും ആ നേതാവിനെ അംഗീകരിച്ചോളണം. വഫാത്തിന്റെ തൊട്ട് ദിവസം മുമ്പാണ് റസൂലുള്ള ഈ ഉപദേശം ഈ സമുദായത്തിന് നൽകുന്നത്, നേതാക്കന്മാരെ അംഗീകരിക്കുന്നതിന്റെ പ്രാധാന്യം. അങ്ങനെ അവസാനം അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 12 റബീഉൽ അവ്വൽ മാസം 12-ാം തീയതി സുബഹി നിസ്കാരത്തിന്റെ സമയമായപ്പോൾ സ്വഹാബത്ത് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ നേതൃത്വത്തിൽ ജമാഅത്തിന് വന്നു. എല്ലാവരും നല്ല ആവേശത്തിലാണ്. റസൂലുള്ളാഹി റൂമിൽ സുഖല്ലാതെ കിടക്കുകയാണ്. അവിടുന്ന് റൂമിൽ തന്നെ നിസ്കരിക്കാൻ സുബഹിക്ക് വേണ്ടി സിദ്ദീഖ് തങ്ങൾ കൈകെട്ടിയ ഉടനെ മുത്തുനബി അതാ റൂമിന്റെ വിരിയൊന്ന് നീക്കിയിട്ട്
തൻ്റെ അനുയായികളുടെ നിസ്കാരത്തിലേക്കൊന്ന് നോക്കുന്നു. സ്വഹാബത്ത് പറയുന്നു, ചന്ദ്രനെ പോലെ വെട്ടിത്തിളങ്ങുന്ന ആ മുഖം കണ്ടപ്പോൾ ഞങ്ങൾക്ക് ആശ്വാസമായി. എല്ലാവരും സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ തുടങ്ങി. സിദ്ദീഖ് തങ്ങൾക്ക് റസൂലുള്ള വരികയാണ്, നിസ്കാരത്തിന് വരികയാണെന്ന് കരുതി പലരും സുബ്ഹാനല്ലാഹ് പറഞ്ഞപ്പോ മുത്തുനബി കൈകൊണ്ട് ആംഗ്യം കാണിച്ചു നിസ്കാരം തുടരാൻ പറഞ്ഞ് അവിടെ നിന്ന് അതാ വിരി അങ്ങോട്ട് നീക്കി. അപ്പൊ റസൂലുള്ളാഹിന്റെ മുഖം കണ്ടപ്പം അസുഖമൊക്കെ മാറിയതായി എല്ലാവർക്കും തോന്നി. സിദ്ദീഖ് തങ്ങൾ വന്ന് പറഞ്ഞു, നബിയെ, എനിക്ക് കുറേ ആയി ഭാര്യ വീട്ടിലൊന്ന് പോയിട്ട് ഞാൻ ഒന്ന് അവിടെ പോയി വരാം. ഉമർ ഖത്താബ് നിങ്ങൾ വന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ആശ്വാസം ഉണ്ടെന്നാ തോന്നണല്ലേ, എന്നാ ഞാൻ പിന്നെ കൃഷി നോക്കലെന്നില്ല, കുറേ ദിവസമായി ഇവിടെ തന്നെ കൂടി, ഞാൻ ഒന്ന് പോയിട്ട് വരാം. അങ്ങനെ ഓരോ സ്വഹാബികളും പല ഭാഗത്തേക്കായി പോയി. അത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അതിനെക്കുറിച്ച് പിന്നീട് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിലെ രഹസ്യം മുത്തുനബിയുടെ വഫാത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപരിലോകത്തുള്ള മഹാന്മാരെ സാന്നിധ്യത്തിൽ തന്നെ കൈകാര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് അവരൊക്കെ പിൻവലിപ്പിച്ചത്. അങ്ങനെ ഇവരൊക്കെ പോയ നേരത്ത് ഏകദേശം അതാ ളുഹയുടെ സമയമായിട്ടുണ്ട്. ആ സമയത്ത് മഹദി ആയിഷ റളിയല്ലാഹു അൻഹയുടെ ശരീരത്തിലേക്ക് അവിടെ നിന്ന് ചാരിക്കടക്കുകയാണ്. വലിയ വേദനയുണ്ട്, പ്രയാസമുണ്ട്. അവിടുന്ന് അതാ കൈകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിച്ചു ബ്രഷ് എടുത്തു കൊടുക്കാൻ. അതുകൊണ്ട് പല്ല് തേച്ചു. പിന്നെ അതാ വെള്ളത്തിൽ കൈമുക്കി മുഖം തടവി. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ നിൽക്കുന്ന നിൽപ്പിൽ തന്നെ അവിടുത്തെ പ്രിയപ്പെട്ട മകൾ റസൂലുള്ളാഹിന്റെ പ്രയാസം കണ്ട് കരഞ്ഞപ്പോൾ മഹദിയോടായി പറയുന്നു, മോളെ, ലൈസ അലാ അബീകി കർബുൻ ബഅദൽ യൗം, ഇന്നത്തെ ദിവസം നിന്റെ ഉപ്പാക്കൊരു പ്രയാസവുമില്ല മകളെ. എന്റെ പ്രയാസം കണ്ട് ഇന്ന് നീ വിഷമിക്കേണ്ടതില്ല. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് പറയുന്നു, അർ-റഫീഖൽ അഅ്ലാ, അർ-റഫീഖൽ അഅ്ലാ, സമുന്നതരായ കൂട്ടുകാരോടൊപ്പം എന്നാണ് അതിന്റെ സാരം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇത് വിശദീകരിച്ച് പിന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. മാമിൻ നബിയിൻ ഇല്ലാ ഖുയ്റ, ഒരു നബിയും സാധാരണക്കാരനല്ല. അവരെ ജനനവും ജീവിതവും അവരുമായി ബന്ധപ്പെട്ട ഒന്നും സാധാരണക്കാരൻ്റെതുപോലെയല്ല. അതിലൊക്കെയും ഒരസാധാരണത്വമുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഏത് നബിയും വഫാത്തെടുക്കുന്ന സമയത്ത് ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് സമ്മതം ചോദിക്കും, ഇവിടെ ജീവിക്കുന്നുവോ, അല്ല ഞങ്ങളെ കൂടെ പോരുന്നോ? ആ ചോദ്യം മുത്തുനബിയോട് ചോദിച്ചപ്പോൾ തിരുനബി കൊടുത്ത മറുപടിയാണ് അർ-റഫീഖൽ അഅ്ലാ, ഉന്നതരോടൊപ്പം താമസിക്കാനാണ് ആഗ്രഹം, ദുനിയാവ് ഇനി മതി എന്നാണ് പറഞ്ഞത്. അങ്ങനെ മഹദിയുടെ മാറിലേക്ക് ചാഞ്ഞുകൊണ്ട് എന്നേക്കുമായി അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൗതിക ലോകത്ത് നിന്നതാ നമ്മളെ ദൃഷ്ടിയിൽ നിന്നും മറഞ്ഞു പോകുന്നു. അങ്ങനെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അഷ്റഫുൽ ഖൽഖിന്റെ വഫാത്ത് സംഭവിക്കുന്നു. തുടർന്നുണ്ടായ ഒരുപാട് സംഭവങ്ങൾ, സാഹചര്യങ്ങൾ, അതൊന്നും ഇന്ന് നമുക്ക് പരാമർശിക്കാനുള്ള സമയവും സന്ദർഭവും ഇല്ല. ആ ഹബീബിനെ ഈ ദുനിയാവിൽ വെച്ച് കാണാൻ ഭാഗ്യം ലഭിക്കാത്തവരാണ് നമ്മൾ. മനാമിലെങ്കിലും മുത്തുനബി ഒന്ന് കാണാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ.